ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ സ്ട്രൈക്കർ ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ഗെയിമിൻ്റെ പേരെന്തായിരുന്നു? അസാസിൻ എന്നായിരുന്നു ഈ ഗെയിമിൻ്റെ പേര്. ഈ ഗെയിം നമ്മൾ ഈയൊരു ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഇതിലുള്ള എല്ലാവരും തട്ടുക എന്നതാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ ലക്ഷ്യം. നല്ല ഗെയിമല്ലേ? നിങ്ങൾ ഫ്രീ ആയ ഗെയിം കളിച്ചു നോക്കൂ. നമ്മുടെ GTA 5 ഏറ്റവും അടുത്ത് തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ നമുക്കൊരു പ്ലേ സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റേഷനിൽ കളിക്കുന്നത് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് ഞാനാണെങ്കിൽ പ്ലേ സ്റ്റേഷനിൽ കളിച്ചിട്ട് എടുക്കുക. അത് എപ്പോഴും പറ്റത്തില്ല, കാരണം എൻ്റെ വീട്ടിലല്ല ഈ സാധനം ഇരിക്കുന്നത്, എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് കളിക്കാറ്. നമ്മുടെ വീട് ഞങ്ങളുടെ വീട് അടുത്താണ്. അപ്പം പ്ലേ സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ അങ്ങനെ നമുക്ക് കളിച്ച വീഡിയോ ഒക്കെ എടുത്ത് അത് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ നോക്കാം നേടുന്നത് ഫ്യൂച്ചറിൻ്റെ ബീറ്റിലൊന്ന് ഇങ്ങനെയൊക്കെ ഉള്ളത് കാട്ടട്ടെ. മറ്റേ ചത്തില്ല, ഇങ്ങനെ കൊന്നു എപ്പോഴും വരുന്നവിടെ ചോരപ്പുഴ ഒഴുകുന്നുണ്ട. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വഴിയിൽ ചന്ദനം മണക്കില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടണമെന്നുണ്ട്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല. സൂസൈഡോട്ടുണ്ട്. കുറേ നേരം ശ്രമിച്ച് കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടായിരുന്നു. ഈ ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഈ ഗെയിം കളിച്ച് വീഡിയോ എടുക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പേ ഞാനാണെങ്കിൽ നോക്കിയായിരുന്നു. എനിക്ക് കാരണം ഫുള്ള് ബ്ലഡാണ് ഗൈസ്. നെറ്റ് വേണം പക്ഷേ കളിക്കാൻ. പക്ഷേ ഇതിൻ്റെ ഓൾഡർ വേർഷൻസ് ഗൂഗിളിലെല്ലാം കിട്ടുമെങ്കിൽ അത് നോക്കിയെടുക്കുക കേട്ടോ, കാരണം അതിനാണെങ്കിൽ നെറ്റ് വേണ്ട, നല്ല സെറ്റായിട്ട് കളിക്കാൻ പറ്റും. നമുക്ക് ഈ പച്ച സാധനം കണ്ട് ഈ പച്ച സാധനത്തിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ പച്ച സാധനത്തിനകത്ത് അവർ കയറി കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റും. നമുക്ക് അവരെ കാണാം. അപ്പം നമ്മൾ പുറത്താണ്, അവരാണ് ആ പച്ച സാധനത്തിനകത്തുള്ളതെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുന്നു. നമുക്കങ്ങനെ സ്പിൻ കിട്ടും ഗൈസ്. എനിക്ക് ആ ഒരു കടുവയുടെ ഒരാളെ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം എന്ത് കിട്ടുന്നത്. കമോൺ ഞാൻ ഇവിടെ ഫിംഗർ ക്രോസ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നുണ്ട്. കിട്ടിയില്ല. നമുക്കെന്തായാലും അടുത്ത സ്പിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. നമുക്കിനി ആളെ ഒന്ന് ചെയ്ത് കളിക്കാം കേട്ടോ. ഇതിലിങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് പ്രീമിയം നമ്മൾ ഓരോ ലെവൽ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരോ ആൾക്കാരെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ എബിലിറ്റീസ് ഉണ്ട്. ഓരോരോ വ്യത്യസ്ത ഇതുണ്ടാവും. ചിലതിന് സ്പീഡ് കൂടുതലായിരിക്കും, ചിലതിന് ഹെൽത്ത് കൂടുതലായിരിക്കും. വേറെ വ്യത്യസ്ത ഇതൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്കാണെങ്കിൽ പല വ്യത്യസ്തമായ ഇപ്പം പുതിയതായിട്ട് കിട്ടിയൊരു അപ്ഡേറ്റാണ്. ഞാൻ പറയാം. നമുക്കാണെങ്കിൽ അവരെ എന്തൊക്കെയൊക്കെ അവരുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഒരു പുതിയതായിട്ട് കിട്ടിയൊരു അപ്ഡേറ്റാണ്. ഇപ്പം ഈ അടുത്ത് വന്നേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ ഈ അപ്ഡേറ്റ്. ഓക്കെ, ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് ഇനിയാണെങ്കിൽ ഇതെങ്ങോട്ട് എടുത്തിട്ട് ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഒരെണ്ണത്തെ തട്ടിയിട്ട് നമ്മളാണെങ്കിൽ ഇതുവഴി ബാക്കിൽ കൂടെ ചെന്നിട്ട് കുറേ എണ്ണത്തെ ഒന്നിച്ച് തട്ടിയിട്ട് നമുക്കിങ്ങനെ പെട്ട് ചത്ത്. ഷീൽഡ് ഉള്ളവന്മാരാണ് ഏറ്റവും പെട്ട പ്രശ്നം. ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഓൾഡ് വേർഷനിൽ ഷീൽഡ് ഉള്ളവന്മാരുണ്ട്. പക്ഷേ ഓൾഡ് വേർഷൻ ഷീൽഡ് ഉള്ളവന്മാരുണ്ട്, പക്ഷേ ഈ ബ്ലഡും ഇതൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കളിക്കുന്ന വേർഷനിലാണെങ്കിൽ നമുക്കിത് വേണം, നെറ്റ് വേണം. അതുകൊണ്ടൊരു പ്രശ്നം പുതിയ ഇതിൻ്റെ വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്തായിട്ട് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കാം. വേറൊരു ഗെയിം അടുത്ത തവണ ഇടാം. പോട്ടറി എന്ന് പറഞ്ഞിട്ട് ഗെയിം. പോട്ടറി 2 എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. സെറ്റ് ഗെയിമാണ് അത്. നമ്മുടെ ടാലൻറ്റ്, നമുക്ക് ക്ലേ വെച്ചിട്ട് പോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ടാലൻറ്റ് നമ്മളെ കാണിക്കുന്ന ഒരു ഗെയിമാണിത്. അപ്പോൾ നമുക്ക് ബാക്കി കളിക്കാം. ആ ഒരു ഗെയിം ഞാൻ ഉറപ്പായിട്ട് ഇടുന്നിരിക്കും, കാരണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗെയിം. ഞാൻ പരസ്യത്തിൽ കണ്ടിട്ട് എടുത്ത ഗെയിമാണ്. വലിയ പ്രതീക്ഷ എന്ന് വെച്ചിട്ടല്ല ഞാൻ എടുത്തത്, പക്ഷേ എൻ്റെ പ്രതീക്ഷകളേക്കാൾ ഇതിലുണ്ടായിരുന്നൊരു ഗെയിമായിരുന്നു അത്.
വളരെ നല്ല ഗെയിമാണ്. കാരണം നമുക്കാണെങ്കിൽ എന്നിട്ട് നമ്മളുണ്ടാക്കിയ സാധനത്തിന് എത്രത്തോളം വില കിട്ടും എന്നെല്ലാം അറിയാൻ പറ്റും. നമുക്ക് എത്ര രൂപ കിട്ടും, നമുക്ക് അത് വിൽക്കാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. രക്ഷോട്ട് ഇത് ഭയങ്കര ടഫാണ് ഈ സാധനം. ഈ ഒരു വെള്ള ലൈറ്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ ആണെങ്കിൽ ഇത് വന്ന് വീഴും. കൊന്ന് അയ്യോ ഞാൻ എന്നെ തന്നെ കൊന്ന്. നമുക്കപ്പോൾ ഞാൻ പറഞ്ഞ പോർട്രേ ഗെയിം ഞാനത് കളിച്ച് നോക്കുന്നതായിരിക്കും. ഞാൻ ഒരു ദിവസം ലൈവ് വരാം കേട്ടോ ഗൈസ്. ഈ പുതിയ ഇതിൽ വന്നതാണ് കേട്ടോ ഈ ഒരു ബോംബ് എറിയുന്ന ഐറ്റം. സൈഡിൽ ബോംബ് കണ്ട ആ ബോംബ് എറിഞ്ഞ് കൊല്ലാനുള്ള ഓപ്ഷനൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമുക്കത് നമ്മുടെ എത്രയൊക്കെ എടുത്തെടുത്ത് ഫുള്ളാക്കി കഴിഞ്ഞാലേ കൊല്ലാൻ പറ്റുള്ളൂ. ഡബിൾ കിൽ അടിച്ചണ്ട നമുക്ക് കുറേ എണ്ണത്ത് ഒന്നിച്ച് കൊല്ലാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അത് തന്നെ അങ്ങനെ പോട്ടെ കൊല്ലം ഡയമണ്ട് ഇങ്ങനെ സ്ഥലത്ത് കയറുന്നത് അവിടെ അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കിട്ടും. 2 ഡയമണ്ട് എടുക്കാം, ബാക്കി കിടക്കുന്നതാണ് എനിക്ക് എടുക്കാം. ഫസ്റ്റ് നിങ്ങളെ ഒന്ന് തീർവും, നിങ്ങളുടെ ബിസിനസ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പോകാം. കുറച്ച് ലാഗ് ഉണ്ട് എൻ്റെ ഫോണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഗെയിമും എല്ലാം കൂടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിന് ചെറിയ ലാഗ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ലാഗൊന്നുമില്ല. അയ്യോ കള്ളം വിടുക പറ്റിക്കാൻ നോക്കുന്നില്ലേ. തീർത്ത് ഇത്രേ ഉള്ളൂ. എല്ലാത്തിനും തട്ടി അതിനെ തട്ടി വെട്ടി നുറുക്കി ഇവിടെ കൊല്ലുന്നു ഗൈസ്. നിങ്ങൾക്കറിയാലോ എന്നെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയും കളിക്കാം. നമുക്ക് ഈ സാധനം കണ്ട ഈ റെഡ് സാധനം അത് നിങ്ങൾ പോകുമ്പോൾ മാത്രം ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ തന്നെ റെഡ് ലൈറ്റ് എത്തി പൊട്ടിത്തെറിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും സാധനത്തെ ഇതിനടുത്തോട്ട് നമ്മുടെ അടുത്തോട്ട് വിളിക്കണമെങ്കിൽ കൊല്ലാനായിട്ട് ട്രാപ്പ് വെച്ച് വിളിക്കണമെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ മതി. എല്ലാതും കേട്ടോ ഒന്നിച്ച്. അയ്യോ പണി കിട്ടി. ചെറിയ മൂക്കടപ്പുണ്ട് ഗൈസ്. ഭയങ്കര മഴയൊക്കെ അല്ലേ. ചത്ത് നിങ്ങൾ ഷീൽഡ് വെച്ച് നമ്മളെ ട്രാപ്പ് ചെയ്യും. ഒരു ഏതെങ്കിലും കോർണറിലേക്ക് നമ്മൾ ആ ഷീൽഡ് കൊണ്ട് നമ്മളെ തെള്ളി കൊണ്ട് വെച്ചിട്ട് ഞെക്കും. അത് വെടി വെക്കും. ഭയങ്കര പണിയത്. ഇതിൻ്റെ അങ്ങ് തട്ടാം. അത് ഈ സാധനം വന്ന് പൊട്ടിത്തച്ചത്തോളും. നമുക്ക് എന്നിട്ട് ബാക്കി കോയിനെടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതുങ്ങൾ ഇതുവഴി വരുമ്പോൾ ഈ സാധനം എടുക്കാം. നമുക്ക് എനിക്ക് ഏതെങ്കിലൊന്ന് വിളിച്ച് നമ്മുടെ പുറകെ കൊണ്ടുവരണം. ഇവിടെ നിൽക്കാം. അതുവഴി കൊന്നേക്കെങ്കിൽ അത്ര ഉള്ളൂ. തട്ടിക്കോ യെസ് കിൽഡ്. ഓക്കെ. പുതിയൊരു സാധനം വേണ്ട. 60% നമ്മുടെ 80% ഹെൽത്തുള്ള പുതിയ സാധനം കിട്ടിയിട്ടുണ്ട്. പപ്പഴ കൊള്ളാം. ഓക്കെ. സാധനം ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ ഗൈസ്. ഈ പരച്ചേക്കുന്നത് ഇഫ് യു നോ. ഓക്കെ ഗൈസ്. ഇപ്പം സമയം എത്രയായി? 8.5 മിനിറ്റോളം 8.5 മിനിറ്റോളം ആവാൻ പോകുന്നു. 8.5 ആയില്ല, ആവുന്നു. നമുക്കൊരു 10 മിനിറ്റ് നിർത്താം അല്ലേ. ബോസ് ലെവലാണ് ഗൈസ്. ബോസ് ലെവൽ. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ്. ഇത് പുതിയതായിട്ട് വന്നേ തോന്നുന്നു ഗൈസ്. ഇത് ആദ്യമായിട്ട്. ഇതിൻ്റെ അമ്മച്ചി ഇതെന്തോന്ന് ഇത് മൊത്തം പൊട്ടിത്തെറിക്കും. ഇതിൻ്റെ അമ്മേ അയ്യോ ഫുള്ള് കരിഞ്ഞിരിക്കുന്നു ഗൈസ്. എന്തൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിനറിയാം. അമ്മേ ഞാൻ ചത്തില്ല. അവന് ഷീൽഡ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. സാധാരണ ബോസിനൊക്കെ ഷീൽഡ് വേണ്ടേ അല്ലേ. പുറകെ കൂടെ മാത്രം കൊല്ലാൻ പറ്റുന്ന പോലെ അല്ലേ ആവേണ്ടത്. കൊള്ളാതെ എന്തായാലും വേണ്ട, കുഴപ്പമില്ല. അത് നല്ലത്. അത് നമുക്ക് നല്ലത് അതാണ്. ഇത് ഏതെങ്കിലും ഒരു ബോസ് ലെവലായിരിക്കും. ഇതിലും ഭയങ്കര ബോസ് ലെവൽ വരെ ഉണ്ടാവും. ഈ ബോസ് ആണെങ്കിൽ നമ്മൾ അടിക്കുക, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ ഒരു ഗുളിക പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് അത് ബോംബാണ് ഗൈസ്. ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിക്കുന്നു. ഇത് കണ്ടോണ്ടേ കണ്ട ഗുളിക 2 ഇട്ട് കണ്ട ഗുളിക ഗൈസ്. ഇത് കണ്ടോ ഗൈസ്. നമ്മൾ പിന്നീട് കുത്തുമ്പോൾ മറ്റേ വേദന എടുത്ത് ചാടിപ്പോകുന്ന പോലത്തെ ഏതോ ഒരു സിനിമയിലൊരു സീനുണ്ടല്ലോ. പുറകിൽ എന്താ പിന്നിട്ടങ്ങാണ്ട് കുത്തിയപ്പോൾ ഇങ്ങനെ അമ്മേ എന്നുകൊണ്ട് ചാടിയിട്ടേ. ഞാൻ പറയാം, എൻ്റെ പാണ്ഡിതുരി അണ്ണൻ്റെ വീട്ടിൽ പാണ്ഡിതുരി അണ്ണന് മറ്റേ ദിലീപിൻ്റെ ആ സിനിമയില്ലയോ പാണ്ടിപ്പട ആ സിനിമയുടെ സമയത്ത് അതിനകത്ത് നമ്മുടെ ആരായിരുന്നു
അയ്യോ ഞാൻ മറന്നുപോയി. പോട്ടെന്തായാലും നമുക്കെന്നാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.